നമസ്കാരം, ഇത് IBN മലയാളം. ശവസംസ്കാരത്തിനായി ലോൺ എടുത്ത് ക്രിസ്ത്യാനി കടത്തിലായ കഥകൾ ഇനി കേട്ടു തുടങ്ങും. ജോൺസൺ വെൺമണി എന്നയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. ആ കുറിപ്പ് ഇങ്ങനെ: നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു കല്യാണ മണ്ഡപമല്ല, വീട്ടുമുറ്റത്ത് ഒരു ശവപ്പെട്ടി വെക്കാനുള്ള ഇടമാണ്. രാത്രി മരിച്ച് പിറ്റേ നടക്കുന്ന ഒരാളെ മൊബൈൽ ഫ്രീസറിൽ വെക്കേണ്ട ഒരാവശ്യവുമില്ല. എന്നാലും മരിച്ചാലുടൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം. പിന്നെ അതിന് 50,000 രൂപയുടെ പൂക്കൾ വേണം ശവപ്പെട്ടി അലങ്കാരത്തിന്. ഇപ്പോൾ അത് കല്യാണ മണ്ഡപം പോലെ ഈ അവസ്ഥയിലായി. 1 ലക്ഷവും കടന്നു. കാസറ്റ് ഇട്ട് പാട്ട് വെച്ചിരിക്കുന്നത് ലൈവ് കൊയറായി. 20,000 രൂപ മിനിമം. അതിനൊത്ത് ലൈറ്റ്, സൗണ്ട്, പന്തൽ, അലങ്കരിച്ച കസേര എല്ലാം കൂടെ 2 ലക്ഷം. ഇനി മുഴുവൻ സമയവും കാറ്ററിംഗ്, ഫുഡ് വീണ്ടും 50,000. റോഡിൽ കോട്ടിട്ട വാക്കി ടോക്കിയുള്ള സെക്യൂരിറ്റി വീണ്ടും 50,000. റോഡ് നീള ഫ്ലെക്സ്. ഇനി സെമിത്തേരി കല്ലറ, അതിൻ്റെ ഡെക്കറേഷൻ, അവിടെ ചായ, സ്നാക്സ്. ഫ്യൂണറലിൽ പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഒരേ നിറത്തിലുള്ള തീം ഡ്രസ്സ്. ഫോട്ടോയും വീഡിയോയും കൂടാതെ ഇവിടെ നേരിൽ വരാൻ കഴിയാത്തവർക്ക് വേണ്ടി ലൈവ് സ്ട്രീമിംഗ്. ഇപ്പോൾ 8 ലക്ഷം കടന്നു. ശവസംസ്കാരത്തിനായി കുറഞ്ഞത് 2 തിരുമേനിമാർ. കഴിഞ്ഞ 25 വർഷം നമ്മുടെ പള്ളിയിൽ സേവനം ചെയ്ത വൈദികർ. അങ്ങനെ ഇനി എത്ര രൂപ വേണം ഒന്ന് കുഴിയിലിറക്കാൻ? എന്ത് കഷ്ടമാണല്ലേ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.